my side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah. No. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതിങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിലായി ഇൻട്രോ മേക്കർ എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ആദ്യം വരുന്ന ഇൻട്രോ മേക്കർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ എല്ലാം അലോ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ ധാരാളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ 450p എന്ന സ്പേസിലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പ്രോ വേർഷനിലാണ് 1080p ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോ വേർഷൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് തുറന്നാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ കുറച്ചിങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ സേവർ പ്ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടിഭാഗത്തായി ആ സൈബർ പ്ലിങ്ക് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ധാരാളം ഫോണ്ടിൻ്റെ മോഡലുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടിഭാഗത്തായി അതിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷനും അതിൻ്റെ ആനിമേഷനും എന്നീ ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അത് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പത്തിലും വേഗത്തിലും ഇൻട്രോ തയ്യാറാക്കാനാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ ധാരാളം ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിലും എളുപ്പത്തിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ഇതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തായി ഇതിൻ്റെ മ്യൂസിക് ഒന്ന് ആഡ് ചെയ്യണം. മ്യൂസിക് ആഡ് ചെയ്യാണ്ട് ലോഗോ ഇൻട്രോ മാത്രമാകുമ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇത് കിട്ടുകയില്ല. ഇതിന് ഞാനിപ്പോൾ താഴത്തായി മ്യൂസിക് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അടിയിലായി 4ാമത്തെ ഓപ്ഷനാണ് മ്യൂസിക് എന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ധാരാളം മ്യൂസിക്കുകൾ നമുക്ക് തരുന്നുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഏത് മ്യൂസിക്കും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിലുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ വലതുവശത്തായി ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ മ്യൂസിക് അതിൽ ആഡ് ആവുന്നതാണ്. മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ വോളിയത്തിനനുസരിച്ച് കുറക്കാനും കൂട്ടാനൊക്കെ സാധിക്കും. ഇനി വേറൊന്നും ചെയ്യാൻ ആവശ്യമില്ല. ഇതിൽ താഴെ ധാരാളം ഓപ്ഷൻസുകളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ. ഇനി ഇത് സേവ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഈ വലതുവശത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മുകളിലായി ഒരു ടിക്ക് ഐക്കൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ സേവ് ആവുന്നതാണ്. അത് നമ്മളുടെ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിൽ തന്നെ സേവ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം, ഇതിൽ വാട്ടർമാർക്കുണ്ട്. ഇൻട്രോ മേക്കർ എന്ന വാട്ടർമാർക്ക് നമ്മളുടെ വീഡിയോ സേവ് ആകുമ്പോൾ ഉണ്ടാവും.
അത് കളയാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊവേഷൻ കയറ്റി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നത്.